സർ, 1300 കിലോമീറ്ററോളം യാത്ര ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്താൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് വോട്ടർ അധികാർ യാത്ര. അപ്പോൾ രാഹുൽ ഗാന്ധി നടത്താൻ പോകുന്ന ഈ യാത്ര ഉണ്ടാക്കാൻ പോകുന്ന ഒരു റിഫ്ലക്ഷൻ എന്തൊക്കെയാണ്? എന്തായിരിക്കാം രാഹുൽ ഗാന്ധി പദ്ധതിയിടുന്നത്? രാഹുൽ ഗാന്ധി പദ്ധതി ഇടുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നിലവിലുള്ള ജനാധിപത്യ സംവിധാനത്തിൽ വന്നിരിക്കുന്ന ഒരു ഗവൺമെന്റിനെ ഈ പറയുന്ന പോലെ ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധരിപ്പിച്ച്, അല്ലെങ്കിൽ അത് ആ തെറ്റിദ്ധാരണയിൽ കൂടി ഒരു യാത്ര, അതിനുശേഷം ഒരു പ്രക്ഷോഭം, ഒരു കലാപം, ഒരു അട്ടിമറി, അതൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇതിനെ ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്കാർ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പോകുമോ എന്നുള്ളതിനെ പറ്റി നമുക്ക് ആ തുടക്കത്തിൽ തന്നെ അത് പൊളിഞ്ഞു. എന്നാലും ഇവർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പ് ബീഹാറിലാണ്. ബീഹാറിൽ ഈ യാത്ര തുടങ്ങി വെച്ചിരിക്കുന്നു. ഇത്തരത്തിൽ ഒരു പ്രചരണം നടത്തിയിരിക്കുന്നു. ഇദ്ദേഹം നടത്തിയെ കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഇദ്ദേഹം ഈ ഒരു ബോംബ് പൊട്ടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വെളിയിൽ കൊണ്ടുവന്ന കാര്യം എന്ന് പറഞ്ഞാൽ വോട്ട് ഇരട്ടിപ്പ്, അല്ലെങ്കിൽ അനധികൃതമായിട്ട് അർഹതയില്ലാത്തവരുടെ വോട്ട് എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണല്ലോ അന്ന് ഈ പറഞ്ഞ പോലെ ഒരു വാർത്താ സമ്മേളനം നടത്തിയത്. പക്ഷെ ഇപ്പം ഈ ഇലക്ഷൻ കമ്മീഷൻ ബീഹാറിൽ തുടങ്ങി ഒരുപക്ഷെ 5 സംസ്ഥാനങ്ങളിൽ നടത്താൻ പോകുന്ന പ്രക്രിയ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ബീഹാറിൽ 65 ലക്ഷം പേരോളം അനധികൃതമായിട്ട് വോട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും സൂക്ഷ്മമായിട്ട് അവസാനം പരിശോധിക്കുമ്പോൾ അതിനകത്ത് 11 ലക്ഷം പേരോളം ഇന്ത്യയിലല്ലാത്ത ബംഗ്ലാദേശികളും രോഹിംഗ്യകളുമാണ് എന്നുള്ളത്. അതായത് ഇന്ത്യക്കാരല്ലാത്തവർക്ക് അവിടെ വോട്ടുണ്ട്. ഇദ്ദേഹം ആദ്യം പത്രസമ്മേളനം നടത്തിയത് എന്താണ്? ഇത്തരത്തിലുള്ള വോട്ടർമാരെ ഒഴിവാക്കും. ഇദ്ദേഹം ബീഹാറിൽ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം ഒരുപക്ഷെ അദ്ദേഹം നടത്തിയത്, കോൺഗ്രസ് പ്രസിഡന്റ് നടത്തിയത്, അതായത് അവിടെയുള്ള വോട്ടർമാരെ ഈ പറയുന്നത് പോലെ അനധികൃതമായിട്ട് ഒഴിവാക്കുന്നു. അപ്പം സമയോചിതമായിട്ട് ഈ പറയുന്ന ഒരു കാര്യം പറഞ്ഞ് യാതൊരു സത്യസന്ധതയും ഇല്ലാതെ കാര്യങ്ങൾ നീക്കി ആൾക്കാരെ കൂട്ടി ഒരുപക്ഷെ ബീഹാറിൽ ഈ പറയുന്ന ഇന്ത്യക്കകത്തല്ലാത്ത ബംഗ്ലാദേശികളും രോഹിംഗ്യ മുസ്ലിങ്ങളെയും കൂടെ കൂട്ടി യോജിപ്പിച്ച് അവിടെ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കി, അതായത് വ്യക്തതയില്ലാത്ത രീതിയിലേക്ക് ആൾക്കാരെ കൂട്ടി യോജിപ്പിച്ച് അടിസ്ഥാനമില്ലാത്ത ഒരു കലാപം ഉണ്ടാക്കി ഈ പറയുന്ന ജനാധിപത്യ സംവിധാനത്തിലുള്ള ഗവൺമെന്റിനെ അട്ടിമറിക്കി. കൂട്ടമല്ല, മൊത്തത്തിൽ കള്ളവോട്ടിൽ കൂടി ജയിച്ച ഒരു ഗവൺമെന്റ് ആണ്, ജനാധിപത്യത്തെ അട്ടിമറിച്ച ഒരു ഗവൺമെന്റ് ആണെന്ന് ഉള്ള ഒരു വാർത്ത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഈ യാത്രയുടെ ആയിട്ട്. ഞാനീ പറഞ്ഞു വന്ന് ബീഹാറിൽ ഇലക്ഷൻ നടക്കുന്നു. ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വേറെ വാർത്ത വരുന്നത് ചന്ദ്രബാബു നായിഡുവിനെ ഈ പറയുന്ന രാഹുൽ ഗാന്ധി കണ്ടു. അതിനകത്ത് ബീഹാറിൽ ഇപ്പൊ ചന്ദ്രബാബു നായിഡു ഈ പറയുന്നത് പോലെ നിതീഷ് കുമാറുമാണല്ലോ പുറത്തുനിന്ന് ഭൂരിപക്ഷമില്ലാതെ ഈ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ബീഹാറിൽ ഇലക്ഷൻ നടക്കുമ്പോൾ ഒരുപക്ഷെ BJPക്ക് അധികാരത്തിൽ വരാൻ സാധ്യതയില്ലാതാക്കി, അല്ലെങ്കിൽ അധികാരത്തിൽ ഈ പറയുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ളവർ വന്നാൽ ഈ പറയുന്ന നിതീഷ് കുമാറിനെ ഉൾപ്പെടെയുള്ളവരെ പർച്ചേസ് ചെയ്ത്, അല്ലെങ്കിൽ ആ കാരണം കൊണ്ട് നിതീഷ് അധികാരത്തിൽ വരാത്തപ്പോൾ നിതീഷിനെ കൂടെ കൂട്ടി വെച്ച്, അല്ലെങ്കിൽ കൂട്ടി യോജിപ്പിച്ച് ഈ പറയുന്ന ഭൂരിപക്ഷം ഇല്ലാതാക്കി കേന്ദ്ര ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ബീഹാറിൽ തുടങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ ബീഹാറിൽ അടുത്ത ഇലക്ഷനിൽ കൂടി ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചന്ദ്രബാബു നായിഡുവിനെയൊക്കെ കാണാനുള്ള സാധാരണ രണ്ടുപേരെയും മാറ്റി നിർത്തിയാൽ ഈ പറയുന്ന ഗവൺമെന്റിനെ അട്ടിമറിച്ച് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ അതിനുശേഷം ഒരു ഇലക്ഷൻ വന്നാൽ അധികാരത്തിൽ വരാം, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പരിശോധിക്കുന്നത്. 2024 ഇതിനകത്ത് വലിയൊരു ഈ ബാക്കപ്പ് ഉണ്ട്. അതായത് സോറോസ്, വെളിയിൽ നിന്നുള്ള ഫണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടി വരും. ഇതിനകത്ത് ഇത് പരിശോധിക്കുമ്പോൾ നമുക്ക് ആ രീതിയിലേക്ക് 2024 ഇവിടെ സംഭവിച്ചുണ്ട്. 2024 നരേന്ദ്രമോദി അധികാരത്തിൽ ഏറ്റവും വലിയ വലിപ്പത്തിൽ വരുമെന്ന് കണ്ടപ്പോൾ ആ രീതിയിൽ നരേന്ദ്രമോദി സർക്കാർ ഈ ലോകത്ത് ഉടനീളം, അല്ലെങ്കിൽ ലോകത്തുടനീളം അല്ല, ലോകത്തുടനീളം നരേന്ദ്രമോദി സർക്കാരിനെ പറ്റി ചർച്ചയാകുന്നു. ഇന്ത്യയിലുടനീളം നരേന്ദ്രമോദി സർക്കാർ ജയിച്ചതനുസരിച്ച് ഏതാണ്ട് 400 സീറ്റിൽ പുറത്ത് അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെന്ന് BJPക്കകത്തും ഇന്ത്യക്കകത്തും പ്രചരണം വന്നപ്പോൾ, അത്തരത്തിൽ പ്രചരണമായിട്ട് മുന്നോട്ട് പോയപ്പോൾ ഏതാണ്ട് 240 സീറ്റിലേക്ക് താഴ്ത്താൻ പറ്റിയ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഇതിനകത്ത് സോറോസിന്റെ ഫണ്ടുണ്ട്, അമേരിക്ക അല്ലെങ്കിൽ അത്തരം താല്പര്യക്കാരുടെ ഫണ്ടുണ്ട്. അത് നമ്മൾ ഉൾപ്പെടെയുള്ളവർക്ക് നമുക്കത് ബോധ്യപ്പെട്ടതാണ്. അന്ന് 340 കോടി രൂപ മാധ്യമങ്ങളെ സ്വാധീനിക്കുന്നതിന് മാത്രം കൊടുത്തിരുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു. അത് നമ്മളെപ്പോലുള്ള ചാനലുകൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ കാര്യം പറയുന്ന ദേശീയ കാര്യം പറയുന്ന ചാനലുകൾക്ക് റീച്ച് ഇല്ലാതായി. എന്ന് പറഞ്ഞാൽ ആൾക്കാർ കാണാൻ പ്രാപ്തമാക്കത്തക്ക രീതിയിലേക്ക് ഈ പറയുന്ന ടോക്കുകൾ, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള, ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ടോക്കുകൾ ചവിട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി കോടാനുകോടി രൂപ ഈ പറയുന്ന യൂട്യൂബ് പോലെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള മീഡിയയ്ക്ക് ഇവരെ കൊടുത്തെന്നുള്ള വാർത്ത തന്നെ വന്നു. അതിനുശേഷം ഇലക്ഷന് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഈ പറയുന്ന ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള സോറസിന്റെ
ഈ ഓഫീസുകൾ പൂട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പം ഇപ്പം ഈ സമരത്തിനകത്ത് കോപ്പ് കൂട്ടുമ്പോൾ ഇത്തരത്തിൽ ഏതാണ്ട് 90% അത്തരത്തിലുള്ള കാര്യങ്ങളും അത്തരത്തിൽ ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ട് നീക്കം നടത്തുന്ന ഇതുപോലെ സോറോസിന്റെയും മറ്റ് ഫണ്ട് മേടിച്ചുകൊണ്ടിരിക്കുന്ന NGO-കളെ പൂട്ടിക്കഴിഞ്ഞപ്പോൾ വീണ്ടും കിടക്കുന്നു കുറച്ചു പേർ. അല്ലെങ്കിൽ അത്തരത്തിലുള്ള അതിന്റെ ഒരു നീക്കം. പിന്നെ ഫണ്ട് പഴയതുപോലെ വരുന്നില്ല, അതുകൊണ്ട് യാത്ര പഴയപോലെ വിജയിക്കുന്നില്ല എന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഓർച്ചോരി വിവാദം കേരളത്തിൽ ഉൾപ്പെടെയുള്ള പ്രസ്താവനയിൽ ഒതുങ്ങിയ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകാത്തത്. അതുപോലെ കോൺഗ്രസ് ഭരിക്കൊണ്ടിരുന്ന പല സംസ്ഥാനങ്ങളിലും അത്തരത്തിൽ പ്രസ്താവനയിൽ ഒതുങ്ങി പോകുന്ന ഒരു അവസ്ഥയുള്ളത്. അപ്പം ഇപ്പം ഇതിനകത്തും അതേ രീതിയിലുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. അത് അതേ രീതിയിലേക്കുള്ള നീക്കം എന്ന് പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിലും ഈ പറയുന്ന ബീഹാറിലെ തെരഞ്ഞെടുപ്പ് അവർ വലിയ വലിപ്പത്തിൽ കാണുകയാണ്. അതിനകത്തൊരു കള്ളപ്രചരണവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കലാപവും അത്തരത്തിലൊരു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ എങ്ങനെങ്കിലും ജയിച്ചു വന്നാൽ ഇപ്പം നിൽക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെ അട്ടിമറിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമവും അത്തരത്തിലേക്കുള്ള ഒരു ഓപ്പറേഷനും പഴയ നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ വീണ്ടും ഉരുത്തിരിച്ച് കൊണ്ടുവരുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യമാണ്. അതാ ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ തന്നെ സോറോസ് ഇപ്പൊ പഴയ പോലെ ഫണ്ട് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സോറോസിന് ഇതിന് ശേഷം നരേന്ദ്രമോദി അങ്ങ് കൂട്ടി. സോറോസ് ഈ പറയുന്നത് ലോകത്തുടനീളം ഏതാണ്ട് 100-ൽ പരം 140ഓളം രാജ്യങ്ങളിൽ ഓഫീസ് ഉണ്ടായിരുന്ന സോറോസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 16 ഓഫീസിലേക്ക് ചുരുങ്ങി എന്നുള്ള രീതിയിലേക്ക് ദേശീയ മാധ്യമങ്ങൾ വരുന്നുണ്ട്. അതായത് എങ്ങനെയോ ഇയാളുടെ പ്രവർത്തനം, ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ NGOs ഇതുപോലെ പല മേഖലയിലും ഫണ്ട് കൊടുത്ത് NGOs ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഞങ്ങൾ പറയുന്നതാണ് ശരി, ഞങ്ങൾ ചെയ്യുന്നതാണ് ശരി, അതിനുവേണ്ടി നക്സലുകൾക്ക് ഫണ്ട് കൊടുക്കുന്നു, അതുപോലെ ഈ മതമൂല്യവാദികൾക്ക് ഫണ്ട് കൊടുക്കുന്നു, മറ്റിതുപോലെ മാധ്യമങ്ങൾക്ക് ഫണ്ട് കൊടുക്കുന്നു, എന്നിട്ട് നിരന്തരം ഗോസിപ്പുകളുള്ള വാർത്ത ഇടുന്നു. ഗോസിപ്പുകളുള്ള വാർത്ത എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു വാർത്ത ആർക്കും പുകമറ സൃഷ്ടിക്കുന്ന ഒരു വാർത്ത കൊടുക്കുന്നു, അതിന് ഫോളോ അപ്പ് ഇല്ലാതാകുന്നു. ഇങ്ങനെ നിരന്തരം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ആ രീതിയിലേക്ക് പിടിച്ചുകൊണ്ട് വരാൻ ശ്രമിച്ചതിന്റെ ഭാഗവും അത്തരത്തിൽ വളരെ കൃത്യമായിട്ട് RSS ഇടപെട്ടില്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നരേന്ദ്രമോദി സർക്കാരിനെ മറിക്കാൻ അല്ലെങ്കിൽ മറിച്ചിരിക്കും എന്ന് പറഞ്ഞ് ഇവിടെ വന്ന സോറോസ് മറ്റു പല രാജ്യങ്ങളും ഇതുപോലെ അട്ടിമറിച്ചിട്ടുള്ളപ്പോൾ ഇവിടെ നടക്കാതെ വന്നപ്പോഴാണ് സോറോസ് ഇതിനു ശേഷം പറഞ്ഞത് നരേന്ദ്രമോദി വിചാരിക്കുന്ന ഒരാളല്ല. അതായത് നരേന്ദ്രമോദി സർക്കാരിന്റെ പിറകിൽ BJP സർക്കാരിന്റെ പിറകിൽ ഏതാണ്ട് 400 സീറ്റിൽ പുറത്ത് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ് പ്രചരണം നടത്തുകയും അതിന് സാധ്യത ഉണ്ടായിരിക്കുന്ന ഒരു സമയത്ത് 241 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോകുന്ന ഒരവസ്ഥ വന്നത്, അല്ലെങ്കിൽ നരേന്ദ്രമോദി നിലത്ത് വീഴാതിരുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ട് അതിനെ അതിജീവിച്ചത് ആരാണ്? RSS ആണ്. RSS ഈ പറയുന്നത് പോലെ മാധ്യമങ്ങളെയും മറ്റ് പല കാര്യങ്ങളെയൊക്കെ അതിജീവിച്ച് കുടുംബയോഗങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സാധാരണക്കാരുടെ ഇടയിൽ ചെന്ന് ഓരോ വീട്ടുകളിലും കയറിയിരുന്ന്, കുടുംബയോഗം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും 4-5 വീട്ടിലെ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള നീക്കം അല്ല, ഓരോ വീട്ടിലും കയറുന്ന ഒരു കാര്യം പറഞ്ഞു. അത്തരത്തിലുള്ള ഒരു സംഘടന, അത്തരത്തിൽ ശക്തമായിട്ടുള്ള സംഘടന, അതിന് അത് ഇത്തരം നടത്താൻ പറ്റുന്ന സംഘടനയാണ്, അത്രയ്ക്ക് വലിയൊരു NGO ആണ്. ആ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും അധികാരത്തിൽ വന്നത്. അപ്പൊ അതിനുശേഷം ഈ പറയുന്ന ഇങ്ങനെ ഇന്ത്യ വിരുദ്ധമായിട്ട് ഇന്ത്യക്കകത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ കള്ളപ്രചരണം നടത്തുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാധ്യമങ്ങൾ, അത്തരത്തിലുള്ള NGO-കൾ ഇതുപോലെ രാഹുൽ ഗാന്ധിക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഇതുപോലെ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി സഹായം ചെയ്തുകൊണ്ടിരുന്നവരെ തിരിച്ചറിഞ്ഞ് ഇല്ലായ്മയാക്കിയതിന്റെ ശേഷിപ്പുകൾ വെച്ചാണ് ഇപ്പൊ വീണ്ടും ഇത്തരത്തിലൊരു ഇല്ലാത്ത കാര്യം. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭരണഘടനാ സംവിധാനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോശമാണ്, അല്ലെങ്കിൽ അതിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ മോശമാണ്, അയാൾക്കെതിരെ ഇപ്പൊ വീണ്ടും ഇന്ന് രാവിലെ വരുന്നത് അയാൾക്കെതിരെ ഇംപീച്ച്മെന്റിന് വേണ്ടി ഇന്ത്യ മുന്നണി തയ്യാറാണ്. അത് മൊത്തത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഇതേ രീതിയിലേക്കുള്ള കാര്യങ്ങളുടെ ഒരു തുടക്കം അത് 2024 പരാജയപ്പെട്ടപ്പോൾ വീണ്ടും അതിന് ഒരു ആക്കം കൂട്ടി, അല്ലെങ്കിൽ അതിന് വീണ്ടും ആ പരാജയം അതിജീവിച്ച് വീണ്ടും ഈ ഗവൺമെന്റിനെ പരാജയപ്പെടുത്താനുള്ള ഒരു സാധ്യത ബീഹാർ രജിസ്റ്ററിലൂടെ കാണുന്നു എന്നുള്ളതിനാണ് ഈ വോട്ട് ചോരി യാത്ര എന്ന് പറയുന്ന യാത്രയുമായിട്ട് രാഹുൽ ഗാന്ധി വരുന്നത് എന്ന് നമുക്ക് വിചാരിക്കേണ്ടി വരും. അപ്പൊ ഇതിനകത്ത് വീഴും, കാരണം സോറസിനെ പൂട്ടിക്കഴിഞ്ഞു. രാഹുൽ ഗാന്ധി ബീഹാറിൽ വീഴും, കാരണം ഈ പറയുന്ന പ്രചരണവും ഈ കാര്യങ്ങളും ഒന്നും ശരിയല്ലാത്ത രീതിയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഒന്നും മറുപടി പറയാതിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഇതിനകത്ത് വലിയ ഇടപെടൽ നടത്താതിരിക്കുന്നത്. കാരണം പണ്ട് CA സമരം ഇതുപോലെ സോറസ് ഓപ്പറേറ്റ് ചെയ്ത CA സമരം നമ്മൾ കണ്ടില്ലേ? CA സമരം ഓപ്പറേറ്റ് ചെയ്തു, 8 മാസം സമരം ചെയ്തു. സമരത്തിനകത്ത് ആ സമരം മൂർച്ഛിച്ചു വന്നു. അതിന്റെ അകത്ത് നേതൃത്വം കൊടുത്ത PFI-കാരനും മറ്റു പല രീതികളുമുള്ള ആൾക്കാർ വന്നു. അത്തരത്തിലേക്ക് സമരം വിജയിക്കുന്ന ഒരവസ്ഥ വന്നു. സമരം വിജയിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ സമരത്തിന് ആഹ്വാനം ചെയ്തവർ എല്ലാം വെളിയിൽ വന്നു. സമരം വിജയിച്ചാൽ കുഴപ്പമില്ലല്ലോ, പിന്നെ ആഹ്വാനം ചെയ്തവർക്കും അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്തവർക്കും എല്ലാം വെളിയിൽ വരാം. പിന്നെ അവരുടെ രീതിയിലേക്കുള്ള അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഒരു സംവിധാനം വരുമല്ലോ എന്നുകൊണ്ട് വെളിയിൽ വന്നപ്പോൾ എല്ലാത്തിനെയും കൂട്ടി.
പൂട്ടിയതിനു ശേഷം ഇതിന്റെ പുറകിൽ നിന്ന് PFIക്കാരനെയൊക്കെ വെളുപ്പാൻ കാലത്ത് കൊണ്ടുപോയ കാര്യം അറിയാം. അതിനുശേഷം നക്സലുകളുടെ ഒരു അവസ്ഥ, ഈ നക്സലുകളെ ഇതിന്റെ കൂട്ടായിട്ട് നിന്ന നക്സലുകളുടെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ പല ഈ പറയുന്നത് പോലെ പല ഇത്തരത്തിലുള്ള സംഘടനകൾ ഇതിനെല്ലാം പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ വേരറുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ശേഷിപ്പുകൾ ഉണ്ട്. ആ ശേഷിപ്പുകൾ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ വോട്ട് ചോരി യാത്ര ആദ്യം അതിനകത്ത് തൊടാതെ നിൽക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റിനെയും സംവിധാനത്തെയും നമ്മൾക്ക് മനസ്സിലാവുന്നത്. അതുപോലെ വോട്ട് ചോരി യാത്ര എപ്പോഴാ വന്നേ? ഇവിടെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി വീണ്ടും വന്നപ്പോഴാ വരുന്നേ. ഏത് പ്രതിസന്ധി? താരിഫിന്റെ വിഷയത്തിൽ അമേരിക്ക പോലുള്ള ഒരു രാജ്യം ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, ആ രീതിയിലേക്ക് വന്നപ്പോഴാണ് ഇന്ത്യക്ക് അകത്തൊരു പ്രശ്നം, ഇന്ത്യക്ക് അകത്തൊരു കലാപം, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതിസന്ധിയിലേക്ക് രാജ്യം പോകും. എക്കണോമിക്കൽ ഗ്രോത്തിന് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രതിസന്ധിയാണല്ലോ, സാമ്പത്തിക പ്രതിസന്ധി. ആ സാമ്പത്തിക പ്രതിസന്ധിക്ക് അതിജീവിക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഇവിടെ ഒരു കലാപം വന്നാൽ അതിന് സമയം കിട്ടാതെ വരികയും ഇവിടുത്തെ കലാപം അടിച്ചൊതുക്കുന്നതിനും അത്തരത്തിൽ ഗവൺമെന്റ് നിലനിർത്തുന്നതിനും വേണ്ടി ശ്രദ്ധ ഇങ്ങോട്ട് വരികയും എല്ലാ രീതിയിലും ഗവൺമെന്റിനെ പ്രതിസ്ഥാനത്താവുകയും ഗവൺമെന്റ് പറയി വീഴുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മൊത്തത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇപ്പോഴും നിൽക്കുന്ന വിദേശ ശക്തികളുടെ താല്പര്യത്തിനനുസരിച്ചാണെന്ന് മനസ്സിലായില്ലേ? വോട്ട് ചോരി യാത്ര, ഇദ്ദേഹം പറയുന്ന പൊള്ളത്തരങ്ങളും പത്രസമ്മേളനത്തിനും ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറഞ്ഞില്ലേ? ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറഞ്ഞു, നിങ്ങൾ പരാതിത, നിങ്ങളുടെ ഡോക്യുമെന്റ് ഒന്നും ഞങ്ങളുടെ ഡോക്യുമെന്റ് അല്ല, അല്ലെങ്കിൽ നിങ്ങൾ വ്യക്തത വരുത്തി പരാതിത, അതിനെപ്പറ്റി അന്വേഷിക്കാം, അതൊന്നും നിങ്ങൾക്ക് സമയമില്ല, ഞാൻ യാത്രയിലാണ്, ഞാൻ ഇതുപോലെ പ്രചരണത്തിലാണ്. എന്നിട്ട് അയാൾ നിരന്തരം ഈ പറയുന്ന പരാതി കൊടുക്കാതെയും അല്ലെങ്കിൽ യാതൊരു രീതിയിലേക്ക് കോടതിയിൽ പോകാതെയും മറ്റു രീതിയിലും ഒക്കെ ഇലക്ഷൻ കമ്മീഷൻ വെല്ലുവിളിക്കുകയാണ്. പരമോന്നത നീതിപീഠമായിട്ടുള്ള കോടതിയിൽ പോകും നിങ്ങൾ തെളിവുകളുണ്ടെങ്കിൽ. ആ രീതിക്കൊന്നും പോകാതെ ഒരു പ്രചരണം, ആ പ്രചരണത്തിന് കോപ്പ് കൂട്ടി ആൾക്കാരുടെ തെറ്റിദ്ധരിപ്പിച്ച് ഒരുപക്ഷെ ഇന്ത്യക്കകത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലല്ലാത്തവരെ കൂടെ കൂട്ടുപിടിച്ച് ഒരു കലാപം സൃഷ്ടിച്ച് ഇന്ത്യ ഈ പറയുന്ന ജനാധിപത്യ സംവിധാനത്തിൽ കൊണ്ട് വന്നിരിക്കുന്ന ഒരു ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ഒരു സാധ്യത അത് ബീഹാർ ഇലക്ഷന് മുമ്പിൽ ഒക്കുമെങ്കിൽ നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയുള്ള ഒരു യാത്രയാണ്. ഏതായാലും രാഹുൽ ഗാന്ധി ബീഹാറിൽ തന്നെ വീഴും എന്നാണ് ഇപ്പോൾ വാർത്തകളിൽ നിന്നും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ നീക്കത്തിൽ നിന്നും മനസ്സിലാവുന്നത്. കാരണം ഇദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള കലാപങ്ങൾ അകത്ത് അഴിച്ചുവിടുന്നതിന് വേണ്ടി ഉരുത്തിരിച്ചിരുന്ന സോറോസ് പോലെയുള്ള സംവിധാനത്തെ ലോകത്തുടനീളം പൊളിച്ചടിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും ഏതാണ്ട് 90% പൊളിച്ചടുക്കിയിട്ടുണ്ട്. അത് ഏതാണ്ട് ഒരു 10% ഉണ്ട്. അത് എത്രത്തോളം ഉണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഈ അനങ്ങാ നയവുമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇരിക്കുന്നത്. അവസാനം അവർ വെളിയിൽ വരുന്ന ഒരു അവസ്ഥയുണ്ടാവും. ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് വീണ്ടും വിഡ്ഢി വേഷം കെട്ടേണ്ട ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് ഇതുവരെയുള്ള വാർത്തകളിൽ നിന്നും അല്ലെങ്കിൽ ഈ നീക്കത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവും. യെസ്, അതാണ്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര രാജ്യ പുരോഗതിക്ക് വേണ്ടിയിട്ടല്ല, രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം വ്യക്തമാണ്. രാജ്യത്ത് കലാപമുണ്ടാക്കുക, ഭരണകൂടത്തെ തകർക്കുക എന്നത് മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം. രാജ്യത്തെ തകർത്തിട്ടാണെങ്കിലും പ്രധാനമന്ത്രിയാവുക എന്നൊരു വ്യാമോഹമെന്നും ചർച്ചകൾ സജീവമാണ്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.